മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി സൽസ്വഭാവത്തെക്കുറിച്ചും ദുസ്വഭാവത്തെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നതായ ഒരു വാക്കുണ്ട്. ഒരാളുടെ സ്വഭാവം മോശമായാൽ, മ്ലേച്ഛമായാൽ അവൻ അവന്റെ നഫ്സിനെ തന്നെ, അവന്റെ ശരീരത്തെ തന്നെ അവൻ ശിക്ഷിക്കുകയാണ്. വേറെ ആരും ശിക്ഷിക്കാനല്ല, നമ്മുടെ ശരീരത്തെ നാം ശിക്ഷിക്കുന്നത്. നാം ദുസ്വഭാവിയാണ് എങ്കിൽ അവന്റെ ആത്മസംഘർഷങ്ങളും അതുപോലെ മനോവേദനകളും കൊണ്ട് നാളെ ആഖിറത്തിലേക്ക് ജഹന്നം എന്ന ആ നരകത്തിൻ്റെതായ ജഹന്നമിന്റെ കുഴി കുത്തുന്നവൻ അവന് തന്നെ കുത്തുന്നു എന്ന് മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറഞ്ഞു തരുമ്പോ, പ്രസിദ്ധനായ സൂഫി വര്യനാണ് വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു തആല അൻഹു. ദുസ്വഭാവിയുടെ ആ ഒരു അവസ്ഥയെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നത് പൊട്ടിയ മൺപാത്രത്തിനോടാണ്. പൊട്ടിയ മൺപാത്രം, മോമിനീങ്ങളെ, നമുക്ക് പോലെ സ്റ്റീലിന്റെയോ അലൂമിനിയത്തിന്റെയോ പാത്രമാണെങ്കിൽ ഒരു പൊട്ടൽ വീണാൽ ഒരു പക്ഷേ അത് നമുക്ക് ആക്രിക്ക് കൊടുത്തതിന്റെ വില മേടിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ അതിന്റെ ആ കിഴുത്ത് എന്താണോ അത് ഓട്ട അടച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഒരു മൺകലമാണ് എങ്കിൽ അത് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും? അത് പിന്നെ ഒട്ടിച്ച് ഒന്നുകൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, അത് ആക്രിക്ക് കൊടുക്കാൻ കഴിയില്ല, അത് വീണ്ടും കളിമണ്ണാക്കിക്കൊണ്ട് വീണ്ടും ഒരു കലം നിർമ്മിക്കാൻ സാധിക്കില്ല. ഇതേ പ്രകാരമാണ് ദുസ്വഭാവിയായ ഒരാള്, അവനെ കൊണ്ട് യാതൊരുവിധ ഫലവും പ്രയോജനവുമില്ല എന്ന് വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, ഈ സൽസ്വഭാവത്തിന്റെ അവസ്ഥയെ കുറിച്ച് മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫീ സഅത്തിൽ അഖ്ലാഖി ഖുലൂസുൽ അർസാഖ്. മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു സൽസ്വഭാവത്തിന്റെ അവസ്ഥയെ കുറിച്ചും നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഒരു സൽസ്വഭാവിയാണ് എങ്കിൽ ഫീ സഅത്തിൽ അഖ്ലാഖി, വിശാലമായ സ്വഭാവമുള്ളവൻ, വിശാലമായ മനസ്സുള്ളവൻ, 32 ഇഞ്ച് മാറുവീതിയുള്ളവനല്ല, മറിച്ച് ഏത് കാര്യങ്ങളും ആരെയും ഏത് നിലയ്ക്കും ഉൾക്കൊള്ളുവാനുള്ള വിശാലമായ ഒരു മനസ്ഥിതിയുണ്ടോ അങ്ങനെയുള്ളവനെ കുനൂസുൽ അർസാഖ്, വിഭവങ്ങളുടെ നിധി കരസ്ഥമാക്കിയവനാണ്. സൽസ്വഭാവിയായ ഒരാൾക്ക് സാമ്പത്തികമായ ബറക്കത്തുണ്ടാകും, ഭക്ഷണപരമായ ബറക്കത്തുണ്ടാകുമെന്നാണ് മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളോട് പറയുന്നത്. നമുക്ക് സൽസ്വഭാവികളാണെങ്കിൽ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, നമ്മുടേതായ ഭക്ഷണങ്ങളിൽ ബറക്കത്തുണ്ടാകും.